Good morning, dear children. Hope all are keeping safe. Today we are going to study a new chapter from geography. The previous class we had completed politics. Today we are going to learn geography second chapter globe. Latitudes and longitudes. So in this chapter we will learn about the importance of globe and how latitudes and longitudes help us to locate places on the earth. എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത് അല്ലേ? നമുക്ക് ഗ്ലോബ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ ഷേപ്പാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത്. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു വിൽ റീഡ് ദാറ്റ് or planet earth is not a sphere. It is slightly flattened at the north and the south poles and bulge in the middle. So, can you imagine how it looks? You may look at a globe carefully. Any idea? So, globe is a true model or the miniature form of the earth. And globes may be of varying size and shapes. The globes are of varying sizes and types. There are big ones and small pocket globes, globe-like balloons, etc. Can you say what are the different types of globes? Big ones, small pocket globes and globe-like balloons. The globe is not fixed. It is very important. Globe fixed alla. It can be rotated the same way as a toe spin or a potter's wheel is rotated. നമ്മൾ വീലൊക്കെ റൊട്ടേറ്റ് ചെയ്യിക്കില്ലേ, പോട്ടേഴ്സ് വീൽ, അതുപോലെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്, ഫിക്സ്ഡ് അല്ല. ഓൺ ദി ഗ്ലോബ് കൺട്രീസ്, continents and oceans are shown in their correct size. So we can see continents, countries, oceans, etc. are shown in their correct size. It is difficult to describe the location of a point on a sphere like Earth. നമുക്കറിയാം ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു സാധനത്തിൽ നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്ലേസ്. സോ നൗ ദ ക്വസ്റ്റ്യൻ അറൈസസ് as to how to locate a place on it. എങ്ങനെയാണ് പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സോ വി നീഡ് സർട്ടൻ പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ് ആൻഡ് ലൈൻസ് ടു ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് പ്ലേസസ്. അപ്പം നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? വി നീഡ് സർട്ടൻ പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. പ്ലേസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പോയിൻറ്റ്സ് വേണം, അല്ലെങ്കിൽ ലൈൻസ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. യു വിൽ നോട്ടീസ് ദാറ്റ് എ നീഡിൽ ഈസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റ് മാനർ. നിങ്ങൾ ഗ്ലോബിലേക്ക് നോക്കിക്കേ, അവിടെ സെൻറ്ററിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഷേപ്പിൽ കണ്ടിരിക്കുന്ന നീഡിലില്ലേ, ആ നീഡിലാണ് ഗ്ലോബിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലേ? നമുക്ക് അതിനെ ആക്സിസ് എന്ന് വിളിക്കാം. A needle is fixed through the globe in a tilted manner, which is called its axis. 2 points on the globe through which the needle passes. നമുക്ക് നോക്കാം, 2 പോയിന്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള ഏത് പോയിന്റാണ്? നോർത്ത് പോൾ. ഏറ്റവും താഴെ ഏത് പോയിന്റാണ്? സൗത്ത് പോൾ. The globe can be moved around the needle from west to east. It is very important. അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്നും എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. ജസ്റ്റ് ആസ് ദ എർത്ത് മൂവ്സ്, നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നതും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ദ ഗ്ലോബ് ക്യാൻ ബി മൂവ്ഡ് അറൗണ്ട് ദിസ് നീഡിൽ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ജസ്റ്റ് ആസ് ദ എർത്ത് മൂവ്സ്. ബട്ട് റിമെമ്പർ, ദർ ഇസ് എ മേജർ ഡിഫറൻസ്. The real earth has no such needle. It moves around its axis, which is an imaginary line. നമുക്ക് പറയാൻ പറ്റുമല്ലേ, റിയൽ എർത്തിന് ഇങ്ങനെ ഒരു പോയിൻ്റേ ഇല്ല, ഇങ്ങനെ ഒരു നീഡിലേ ഇല്ല. നമ്മൾ ഗ്ലോബിൽ നമുക്ക് എളുപ്പം പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇമാജിനറി പോയിൻറ്റ്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഇമാജിനറി ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായ എന്താണ് ആക്സിസ് എന്ന്? ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആൻഡ് ജോയിനിങ് ദ 2 points. A needle is fixed through the globe in a tilted manner, which is called its axis. A globe is a true model of the earth. A needle is fixed through the globe in a tilted manner. It is called its axis. Another imaginary line
running on the globe divides the earth into two equal parts. This line is called equator. നമ്മളൊരു ബോൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഓറഞ്ച് എടുക്കുവാണ്. അപ്പം നമുക്ക് രണ്ട് ഒരേപോലെ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു സെൻറ്ററിൽ നമുക്ക് കാണുമല്ലോ, ഒരു സെൻറ്റർ കാണില്ലേ, ആ സെൻറ്റർ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്തായിരിക്കും, നമ്മൾ ഈക്വലായിട്ടായിരിക്കും നമ്മളത് കട്ട് ചെയ്യുന്നത്. അതിനെ എന്ത് വിളിക്കാം, നമുക്ക് ആ ഒരു പോയിന്റിനെ നമുക്ക് ഇക്വേറ്റർ എന്ന് വിളിക്കാം, അല്ലെ? ആ സെൻട്രൽ പോർഷനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. അതും ഒരു ഇമാജിനറി പോയിന്റ് ആണ്. അനദർ ഇമാജിനറി സർക്കുലർ ലൈൻ running on the globe divides the earth into two equal parts. This line is called equator. Parallels of latitudes. Latitudes are measured in degrees. ഇനി നമുക്ക് നോക്കാം എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് നോക്കാം. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. All parallel circles from the equator up to the poles are called പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഇക്വേറ്റർ തൊട്ട് പോൾസ് വരെയുള്ള എല്ലാ പാരലൽ ലൈൻസിനെയും നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. ഇത് മെഷർ ചെയ്യുന്ന ഡിഗ്രീസിലായിരിക്കും. ഇക്വേറ്ററിൻ്റെ വാല്യൂസ് 0 ഡിഗ്രി ആയിരിക്കും. പോൾസിൻ്റെ വാല്യൂ 90 ഡിഗ്രി മുകളിലും 90 ഡിഗ്രി താഴെയും. സോ വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഓഫ് ഇക്വേറ്റർ ഈസ് 0 ഡിഗ്രി. 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ്, എൻ ഷോസ് നോർത്ത് പോൾ. 90 ഡിഗ്രി എൻ ഷോസ് നോർത്ത് പോൾ ആൻഡ് 90 ഡിഗ്രി എസ് ഷോസ് സൗത്ത് പോൾ. നോക്കാം ഇമ്പോർട്ടൻറ്റ് പാരലൽസ് നോക്കിയാലോ. നിങ്ങൾ പിക്ചറിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. സെൻറ്ററിൽ കാണുന്ന 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ. 90 ഡിഗ്രി എൻ ആണ് നോർത്ത് പോൾ, ഏറ്റവും ടോപ്പിൽ. ഏറ്റവും താഴേക്ക് നോക്കുമ്പോൾ 90 ഡിഗ്രി എസ്, അതാണ് സൗത്ത് പോൾ. ഇനിയും നിങ്ങൾക്ക് നോക്കാം ഇക്വേറ്റോറിയൽ റീജിയൻ. കണ്ടോ, ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന കണ്ടല്ലോ, ഒരു ഷേപ്പിൽ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത്, അതൊക്കെ സോൺസ്, ഹീറ്റ് സോൺസ് ആണ്. നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ കണ്ടോ, ഇക്വേറ്ററിൻ്റെ തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് നോർത്ത്, അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ ആ ഇക്വേറ്ററിന് തൊട്ട് മുകളിലുള്ള ഭാഗമെല്ലാം നമ്മൾ എൻ വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ 23.5 ഡിഗ്രി എൻ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ 23.5 ഡിഗ്രി എൻ ഷോസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയായിരിക്കും അപ്പോൾ? അത് സൗത്തിലാണ്, ഇക്വേറ്ററിന് തൊട്ട് താഴെ. കണ്ടല്ലോ, 23.5 ഡിഗ്രി എസ് ഷോസ് സതേൺ, അല്ലേ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദെൻ 66.5 ഡിഗ്രി എൻ എന്താണ്? ആർട്ടിക് സർക്കിളാണ്. ദാറ്റ് ഈസ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന് തൊട്ട് മുകളിൽ, ഏറ്റവും മുകളിൽ കണ്ടോ, 66.5 ഡിഗ്രി എൻ ആണ്. അത് എന്താണ്? ആർട്ടിക് സർക്കിളാണ്. ഇനി ഏറ്റവും താഴെ കണ്ടോ, 66.5 ഡിഗ്രി എസ്, ദാറ്റ് ഈസ് അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ യു സേ ദ ഡെഫിനേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്? നിങ്ങൾക്ക് പറയാമോ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന്? അല്ലെങ്കിൽ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ പാരലൽ ലൈൻസ് ജോയിനിങ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ്, അല്ലേ? ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്കുള്ള എല്ലാ പാരലൽ ലൈൻസിനെയും നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. ഇത് ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുന്നത്. ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദ പോൾസ് ആർ കോൾഡ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ദ ഇക്വേറ്റർ റെപ്രസെൻറ്റ്സ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്റർ ഈസ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. Okay, the northern part of the earth is known as northern hemisphere and the southern half is called southern hemisphere. The equator represents the 0 degree latitude. Besides the equator, the north pole 90 degree N, the south pole 90 degree S. There are 4 important parallels of latitude. Tropic of Cancer. What is the value of Tropic of Cancer? 23.5 degree N. 23.5 degree N shows Tropic of Cancer. 23.5 degree S shows Tropic of Capricorn. കറക്റ്റ് ആണല്ലോ. 23.5 ഡിഗ്രി എൻ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി എസ് ആണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി നമുക്ക് 66.5 ഡിഗ്രി എൻ ഏതാണ്? 66.5 ഡിഗ്രി എൻ ആർട്ടിക് സർക്കിൾ. 66.5 ഡിഗ്രി എസ് അന്റാർട്ടിക് സർക്കിൾ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേറ്ററിൻ്റെ വാല്യൂ 0 ഡിഗ്രി ആണ്. ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്ന ഡിഗ്രീസിലാണ്. പോൾസ് 90 ഡിഗ്രി എൻ നോർത്ത് പോൾ, 90 ഡിഗ്രി എസ് സൗത്ത് പോൾ.
അപ്പം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് കാണിക്കുന്ന നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്, സൗത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മളപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഗ്ലോബ് അല്ലേ, ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത്. ദ ഗ്ലോബ്സ് ആർ ഓഫ് വേരിയിങ് സൈസസ്. Then we study about the value of equator 0 degree, Tropic of Cancer 23.5 degree N, Tropic of Capricorn 23.5 degree S. Then 66.5 degree N എന്താണ്? ആർട്ടിക് സർക്കിൾ ആണ്. 66.5 degree S എന്താണ്? അന്റാർട്ടിക് സർക്കിൾ ആണ്. ദിസ് ഈസ് ഇക്വേറ്റർ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണ്. വാല്യൂ ഓഫ് ഇക്വേറ്റർ ചോദിച്ചാൽ 0 ഡിഗ്രി ആണ്, അത് മറന്നു പോകരുത്. അപ്പം ഇതെല്ലാം ഡിഗ്രീസ് ആണ്, ഇതും പഠിക്കണം. ഓക്കെ.